എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. ഇന്നലെ വൃശ്ചികം 1 ശബരിമല മണ്ഡലക്കാല വ്രത ആരംഭം. 41 ദിവസം വ്രതമെടുത്തും ശരണം വിളിച്ചും നോമ്പെടുത്തും എല്ലാവരും ശ്രീ അയ്യപ്പസ്വാമിയെ തൊഴാൻ പോകുന്ന ഒരു പുണ്യമുഹൂർത്തമാണ് ഇന്നലെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ചുണ്ടിലും നാവിലും മനസ്സിലും ഒരേ ഒരു കാര്യം, ഹരിഹരസുതന ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമിയേ ശരണം. ഇത് മാത്രമേ എല്ലാവരുടെയും നാവിലും മനസ്സിലുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എവിടെ പോകുന്നത്? ശബരിമല പോകുന്നു അല്ലേ? അപ്പോൾ ശബരിമലയിൽ ഈ പേരെങ്ങനെയാണ് വന്നത്? നമുക്കൊരു പഴയ കഥയിലേക്ക് പോവാം. പണ്ട് ഋഷ്യമുഖാചലം അവിടെ മാതംഗമുനി ഒരു കുഞ്ഞു പർണശാലയൊക്കെ കെട്ടി ധ്യാനം, ജപം, പൂജ, ഒരു കൊച്ചു പർണശാല എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പുല്ലൊക്കെ മേഞ്ഞ ഒരു കൊച്ചു കുടിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ കുറേ ദൂരമാണ്, പമ്പ നദി ഒഴുകുന്നുണ്ട്. ആ പമ്പ നദിയുടെ കരയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞ് ഒരുപാട് പ്രഭുക്കന്മാർ, രാജാക്കന്മാർ ഒക്കെ കുഞ്ഞുങ്ങളെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്ന് ഏറ്റവും വിശേഷപ്പെട്ടത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഇന്നത്തെ പോലെ സ്കൂളോ കോളേജോ ഒന്നുമല്ല. അപ്പോൾ ആ ഗുരുവിൻ്റെ കൂടെ നിന്ന് അവരുടെ കൂടെ താമസിച്ച് ഗുരുവിന് വേണ്ട ശുശ്രൂഷകളും എല്ലാം ചെയ്ത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം. നമ്മൾ ശ്രീകൃഷ്ണസ്വാമിയുടെ കഥയിൽ തന്നെ കേട്ടിട്ടുണ്ട്. കൃഷ്ണൻ ബലരാമനൊക്കെ കൂടി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയതും അവിടെ പഠിച്ച സമയത്ത് സുദാമാവ് കുചേലനെ കണ്ടതും ആ കാര്യങ്ങളൊക്കെ മുമ്പ് അറിയാവുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതേപോലെ മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുപാട് പ്രഭുകുമാരന്മാർ, രാജകുമാരന്മാർ ഇവരൊക്കെ പഠിക്കാൻ വന്നു. വേദം, ശാസ്ത്രം, ഇതിഹാസം, പുരാണം, ഇതിഹാസം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അതേസമയം തന്നെ ആ കാട്ടിൽ വനത്തിൽപ്പെടുന്ന കാട്ടുജാതിക്കാരുണ്ടല്ലോ, അങ്ങനെപ്പെട്ട ഒരു അധകൃത വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് ശബരി. ശബരിക്ക് ജന്മന തന്നെ ആധ്യാത്മിക വാസനയുള്ള കുട്ടിയായിരുന്നു. നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരെ പറയണം. ജന്മനാ ഉള്ളവരുണ്ട്, ജനിച്ചു കഴിഞ്ഞ് നേടിയെടുക്കുന്നവരുണ്ട് അല്ലേ? അങ്ങനെ. പക്ഷേ ഇത് ജന്മനാ തന്നെ ആ വാസനയുള്ളതായിരുന്നു. ആധ്യാത്മിക ജ്ഞാനം നേടണം എന്നുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? ഇവരൊക്കെ ഈ മാതംഗമുനിയുടെ ഒരു മരത്തിൻ്റെ കീഴിലിരുന്ന് ശിഷ്യർ പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കുന്നതല്ല. ഈ കുട്ടി വളരെ ദൂരെ ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്നതെല്ലാം കേൾക്കുകയാണ്. കുട്ടി അപ്പോഴപ്പോൾ ഇത് കേൾക്കുന്നതൊക്കെ സ്വായത്തമാക്കുന്നു, മനസ്സിലാക്കുന്നു, ഹൃദയസ്ഥമാക്കുന്നു. അങ്ങനെ വളരെ വളരെ മുന്നേറുകയാണ് അതിൻ്റെ പഠിത്തം. ആരും ഇത് കണ്ടുകൊടുക്കുക. ഈ കുട്ടിക്ക് വെട്ടത്ത് വന്നു കഴിഞ്ഞാൽ പ്രഭുക്കന്മാർ, രാജകുമാരന്മാർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി അധകൃത വർഗത്തിൽപ്പെട്ടതാണ്, ഇങ്ങോട്ട് നിന്നോട് ആര് പറഞ്ഞുകൂടെ വരാമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടുകളെന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് കുട്ടി ഒളിച്ചു നിന്ന് ഇതെല്ലാം കേട്ട് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മാതംഗമുനി ഇത് കണ്ടുപിടിച്ചു. അദ്ദേഹം പക്ഷേ ബ്രഹ്മജ്ഞാനിയാണ്. അദ്ദേഹത്തിന് ഉച്ച നീചത്വങ്ങളൊന്നും ഇല്ലാത്തൊരു വളരെ തപസ്വിയാണ്. അദ്ദേഹം വന്നു ചോദിച്ചു, എന്താ മോളെ നീ ഇവിടെ നിന്നതെല്ലാം കേൾക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഭഗവാനെ അങ്ങനെയൊക്കെ നമസ്കാരം. അവന് പാദത്തിന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അവിടെ വരാൻ പറ്റില്ലല്ലോ. ആ കുമാരന്മാരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അധികൃത വർഗത്തിൽപ്പെട്ടവളാണല്ലോ, അതുകൊണ്ട് ഞാൻ മാറി നിന്നതെല്ലാം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നീ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ അവരുണ്ടാക്കും, അവരുടെ പേരൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ഇവിടെ നിന്ന് തന്നെ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അനുഗ്രഹം കൊടുത്തു. ഈ കുട്ടിക്ക് സന്തോഷമായി. അപ്പോൾ കുട്ടി ഇതേമാതിരി തന്നെ തുടരുകയാണ്. പക്ഷേ അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു കാര്യം വന്നു. എൻ്റെ ഗുരുദേവൻ ഇത്രയും ദൂരം നടന്ന് പുഴയിൽ പോയാണ് കുളിച്ചിട്ട് വരുന്നത്. നമ്മൾ പമ്പ നദിക്കരയിലിറങ്ങി ഗണപതി സ്വാമിയെ തൊഴുത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അതിപ്പോഴൊക്കെ നല്ല സ്ലാബൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ പണ്ടങ്ങനെയല്ല. കല്ലും മുള്ളും. നമ്മൾ തന്നെ ശരണം വിളിക്കുന്നത് എങ്ങനെയാണ്? കല്ലും മുള്ളും കാലുക്കുമെത്തേ സ്വാമിയേ അയ്യപ്പ, ഇങ്ങനെയല്ലേ പറയുന്നത്. കാരണം അതുപോലും നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ, ഭക്തിപൂർവ്വം പോകുമ്പോൾ ഇതൊക്കെ ഒരു മെത്ത പോലെ നമുക്ക് തോന്നുന്നുള്ളൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അന്ന് പക്ഷേ കൊടുങ്കാടാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ, കല്ലും മുള്ളും ഒക്കെ ചവിട്ടി തന്നെയാണ് ഇത്രയും ദൂരം പർണശാലയിൽ നിന്ന് ഇവർ പുഴയിൽ പമ്പയിൽ വന്ന് കുളിച്ച് തിരിച്ചു പോകുന്നത്, ഗുരുദേവനും കുമാരന്മാരും. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു,
എനിക്ക് ഇവരുടെ കഷ്ടപ്പാടൊന്ന് എങ്ങനെയും ഒന്ന് കുറയ്ക്കണം. കാരണം നല്ല ശിഷ്യരങ്ങനെയാണ്, ഗുരു ആവശ്യപ്പെടാതെ ഗുരുവിന് വേണ്ട നന്മ ചെയ്തു കൊടുക്കുക, സഹായം ചെയ്തു കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു ഇവർ ഇത് അടക്കുന്ന വഴി എല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് കഷ്ണം ഒരു കമ്പൊക്കെ എടുത്ത് ഒരു ചരടിട്ട് കെട്ടി, ചൂലൊക്കെ എന്നാൽ ഇല്ലാത്ത കാലമാണ്, ഇവർ ഒരു ചൂല് പോലെ ഉണ്ടാക്കി ഈ കുട്ടി അടിച്ചു വാരി പർണശാല മുതൽ പമ്പ വരെ വൃത്തിയാക്കി ആ കുട്ടിക്ക് ആവുന്നത് കൊണ്ട് പോലെ അത് ചെയ്യുകയാണ്. പക്ഷെ ആരും ഇത് കാണാൻ പാടില്ല, ഈ കുട്ടി അത് ചെയ്യുന്നതെന്ന് അറിയാനും പാടില്ല. അത്രയ്ക്ക് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റാണ് ഈ കുട്ടി ഇത് ചെയ്യുന്നത്. കാരണം ആരും കണ്ടുപിടിക്കപ്പെടാൻ പാടില്ല, എന്നിട്ട് ഒളിച്ചു നിന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ കാലം കഴിഞ്ഞു. ഈ കുട്ടി കുറച്ച് ആയപ്പോഴേക്ക് വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒത്തിരി താമസിച്ചു പോയി ഇവിടെ വരെ. അപ്പോൾ വെളുപ്പിനെ ഈ കുട്ടികൾ വരുന്നതിന് മുമ്പേ ഇത് വൃത്തിയാക്കാൻ പറ്റിയില്ല, ഗുരു വരുന്നതിന് മുമ്പേ വഴി വൃത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, അവർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. കുളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഈ കുട്ടിക്ക് വൃത്തിയാക്കണം. അവിടെ നോക്കുമ്പം ചൂല് പോലെ ഉണ്ടാക്കി വെച്ച സാധനവുമില്ല. ഈ കുട്ടിക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, കൈയും കാലും ഇങ്ങനെ വെച്ച് ആ കുട്ടി നിലത്ത് കിടന്ന് കൈയും കാലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിവർക്കും. കൈയും കാലും ഇങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് നിവർക്കുന്നു, വളഞ്ഞ് വന്നു പെട്ടെന്ന് നിവർക്കുന്നു, അങ്ങനെ വന്ന് ഇങ്ങനെ കൂനി നിന്ന് നിവർന്നു. അപ്പോൾ അത്രയും ഭാഗം വൃത്തിയാവും. പക്ഷേ എന്ത് സംഭവിച്ചു, അവരുടെ ദേഹം മുഴുവനും കല്ലും മുള്ളും കൊണ്ട് ചോര വാർന്നൊലിക്കുകയാണ്. പക്ഷെ ഇവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു വേദന അവൾക്കൊരു ബാധകമല്ല. എൻ്റെ ഗുരുദേവൻ, എൻ്റെ സതീർത്ഥ്യർ, അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വെച്ചാൽ ത്യാഗം മനസ്സിയോടുകൂടി ആ കുട്ടി വേഗം ചെയ്ത് കാരണം അത് അടിച്ചു വരാനുള്ള ഒരു ഇതിൽ പോലും അതിനൊരു താമസമില്ല. ഈ കുട്ടി അതിൻ്റെ ശരീരം കൊണ്ട് തന്നെ അവിടെ വൃത്തിയാക്കി ഈ കുഞ്ഞുങ്ങൾ കുളിച്ച് കയറുന്നതിന് മുമ്പേ, മുനിയും ശിഷ്യരും കയറുന്നതിന് മുമ്പേ അത് തിരിച്ച് വിളിച്ചിരുന്നു. ക്ലാസ് കേൾക്കാനായിട്ട് തുടങ്ങിയുള്ളൂ. അപ്പോൾ അത്ര പോലും ത്യാഗ മനസ്ഥിതിയോടുകൂടി ഗുരുവിനും സതീർത്ഥ്യർക്കും നന്മ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ശബരി. അപ്പോൾ ഗുരുജിക്ക് ഇതെല്ലാം മനസ്സിലാവും. ഗുരുജി പ്രായമായി, ഈ കുട്ടി കുറച്ചുകൂടെ ഒരു തരുണാവസ്ഥയിലേക്കായി. ആദ്യം ബാല്യം കഴിഞ്ഞു, പിന്നെ കൗമാരമായി, പിന്നെ താരുണ്യാവസ്ഥയിൽ വന്നു. അപ്പോൾ ഗുരുജി പറഞ്ഞു, മോളെ ഞാൻ ഇനി ഇവിടം വിട്ട് പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യൂ, ഈ പർണശാലയിൽ തന്നെ നീ താമസിച്ചോ, ഗുരുജിയുടെ ആശ്രമത്തിൽ ഈ പർണശാലയിൽ നീ താമസിച്ചോളൂ. നിനക്ക് ഒരു അവസരം വരുന്നു, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇതുവഴി അവതാരമെടുത്ത് അദ്ദേഹം ഇതുവഴി വരും, നിനക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം നിനക്ക് വിധിച്ചിട്ടുണ്ട്. നീ ഇവിടെ ഇരുന്ന് അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരുന്നോളൂ. എപ്പോഴും അദ്ദേഹം വരുന്നെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും വേണമെങ്കിലും വരാം എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒത്തിരി സന്തോഷമായി. മഹാവിഷ്ണുവിൻ്റെ അവതാരം എൻ്റെ കണ്ണുകൊണ്ട്, ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഞാനൊരു അധികൃത ഒരു ഇതിൽപ്പെട്ടവളാണ്. ഞാനൊന്നും ഒരു മേന്മ എനിക്ക് പറയാനില്ല, എന്നിട്ടും എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഭഗവാനെ നന്ദി എന്ന് വിചാരിച്ച് കുട്ടി എന്ത് ചെയ്തു, ഓക്കെ ഗുരുജി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഈ പർണശാല നല്ല പൊക്കത്തിലാണ്. അപ്പോൾ ഈ മറ്റുള്ള ശിഷ്യരെന്ത് ചെയ്തു, അതിന് കുറച്ച് കൊച്ചു പടികൾ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ പടികൾ കെട്ടി ആവാം ഈ പർണശാലയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പടികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹർഷി പോയി ഈ കുട്ടി ഒറ്റയ്ക്ക് കാത്തിരിക്കുകയാണ് ശ്രീരാമസ്വാമിയുടെ വരവിന്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ മുഴുവൻ മരങ്ങളും ഓരോ പഴങ്ങളും തൂങ്ങിടക്കുന്നുണ്ട്. ഭക്ഷ്യയോഗ്യമുണ്ടെന്ന് ഭക്ഷിക്കാൻ പറ്റാത്തതുണ്ട്. പക്ഷേ ഭക്ഷ്യയോഗ്യമായത് മാത്രം ഈ കുട്ടി ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ വെച്ച് തുണിക്കാത്ത പാത്രമൊന്നും വന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഉടുത്ത ചേലത്തുമ്പിലാണ് ഇങ്ങനെ ഓരോന്നും നല്ലത്. എന്നിട്ട് കടിച്ചു നോക്കും, മധുരമുണ്ടോ, എന്നാൽ ശരി, മധുരമുണ്ടോ, ഇല്ല, ഉടനെ എറിഞ്ഞുകളി. അങ്ങനെ നോക്കി നല്ല മധുരമുള്ളത് മാത്രമേ എൻ്റെ സ്വാമിക്ക് കൊടുക്കണം. എൻ്റെ ശ്രീരാമസ്വാമി വരും, വരുമ്പോൾ എനിക്ക് കൊടുക്കണം. അങ്ങനെ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. ആ വാതുക്കൽ തന്നെ ഇരിക്കുകയാണ്, പർണശാലയുടെ വാതുക്കൽ. ആ ഒരു സ്റ്റെപ്പ് മുഴുവൻ താഴോട്ട് ഇറങ്ങാനുണ്ട്, ആ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങുന്നില്ല. ഇത് പഴം പറിക്കാൻ വേണ്ടി മാത്രമേ സ്റ്റെപ്പിൽ ഇറങ്ങുന്നുള്ളൂ, ബാക്കി അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് നമ്മളിപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളും അങ്ങനെ ഇല്ല, നമ്മളൊരു ഗസ്റ്റ് വരുന്നു, വളരെ പ്രിയപ്പെട്ട ആൾ വരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ വരുമ്പോൾ നമ്മൾ വാതുക്കൽ തന്നെ വഴിക്കണ്ണുമായി കാത്തു നിൽക്കും അല്ലേ. അതേപോലെ വേറൊന്നും ശബരിക്ക് ആലോചിക്കാനില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർക്ക് പ്രായം കടന്നുപോയി, താരുണാവസ്ഥയൊക്കെ പോയി, വാർദ്ധക്യമായി, വൃദ്ധയായി, കൂടി വരാനുള്ള ഒരു കുനിയേ നടക്കുന്നുള്ളൂ, അത്രയ്ക്കുള്ള പ്രായമായി. അതുവരെയും ശ്രീരാമസ്വാമി എത്തിയിട്ടില്ല. പക്ഷെ അവരെന്നും ഒരു മുടക്കവും ഇല്ലാതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടിച്ചു നോക്കും, നല്ല പഴമാണെങ്കിൽ സൂക്ഷിച്ച് വെക്കും, ചീത്തപ്പഴമാണെങ്കിൽ പുളിയാണെങ്കിൽ എറിഞ്ഞു കളയും. അങ്ങനെയാണ്. ഇങ്ങനെ ഇന്ന് വഴിക്കണ്ണു വേണ്ടിയിരിക്കുമ്പോൾ അതാ ഒരു ദിവസം ശ്രീരാമസ്വാമി വരുന്നു, കൂടെ ലക്ഷ്മണദേവനും ഉണ്ട്.
അപ്പം ഭഗവാനേ എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഈ കുട്ടി ശബരി വൃദ്ധയായി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് നോക്കുമ്പോഴേക്കും ഭഗവാനെ വന്നാട്ടെ വന്നാട്ടെ എന്ന് പറഞ്ഞു. കാരണം വേറൊന്നും കൊണ്ട് പറയാൻ വാക്ക് കിട്ടുന്നില്ല ആനന്ദം കൊണ്ട്. അപ്പോഴേക്കും ഭഗവാൻ ആ 18 പടികളാണ് അവിടെ വെച്ചിരുന്നത്. ഭഗവാന്റെ തന്നെ പാദസ്പർശം, ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം കൊണ്ട് ആ 18 പടികളും കയറി 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 ഈ പർണശാലയിൽ സ്വാമി എത്തി. ഭഗവാൻ ഇരിക്കാൻ എല്ലാം സ്ഥലം കൊടുത്തു, എല്ലാം വിരിച്ചു കൊടുത്തു, എല്ലാം ഷീറ്റൊക്കെ തന്നെയാണ് എല്ലാം വിരിച്ചതെല്ലാം കൊടുത്തു. ഈ ഭഗവാന് ഞാൻ എന്നും 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 ഭഗവാന് വേണ്ടി ഇതായി പഴങ്ങൾ കരുതി വെച്ചതാണ് എന്ന് പറഞ്ഞ് ആ പഴം എടുത്ത് ഒന്നും കൂടെ കടിച്ചു നോക്കി, മധുരമുണ്ടോ? ഭഗവാന് കൊടുത്തു. അതാ ഭഗവാൻ നല്ല പഴം മധുരമുണ്ട്. ശ്രീരാമസ്വാമിക്ക് ഇത് കണ്ട് ആനന്ദമാണ് തോന്നിയത്. ലക്ഷ്മണദേവൻ്റെ ലേശം ഇവനെന്തേ കാണിക്കുക, ഈ സ്ത്രീ എന്തേ കാണിക്കുന്നത്, എൻ്റെ ജ്യേഷ്ഠന് ഇങ്ങനെയാണോ കൊടുക്കണ്ടേ, ഇങ്ങനെ മനസ്സിലും തോന്നി. പക്ഷേ അമ്മയ്ക്കിതൊന്നുമില്ല. ശബരി വൃദ്ധയായി, അവർക്കിത് നല്ല പഴം എൻ്റെ ഭഗവാന് കൊടുക്കുന്നതാണ്, ഉടനെ ഒന്ന് കടിച്ചു നോക്കി നല്ലതാണ്. ഭഗവാൻ ഒരു ഭാവവ്യത്യാസവുമില്ല, സന്തോഷപൂർവ്വം അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് ഭഗവാൻ അത് ഭക്ഷിച്ചു. അങ്ങനെ അടുത്തതും കടിച്ചു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു. കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം ഭക്തിയാ പ്രയശ്യതി. ഒരു ഭക്തിപൂർവ്വം എനിക്കൊരു പൂ മതി, എനിക്കൊരു ഇല മതി, അല്ലെങ്കിൽ ഒരു കഷ്ണം എന്തെങ്കിലും ഒരു കഷ്ണം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. പക്ഷെ അത് ഭക്തിപൂർവ്വമാണോ ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതേസമയം കോടികൾ കൊണ്ടുപോയിട്ട് പലർക്കും പല ക്ഷേത്രങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഗുരുവായൂരൊക്കെ ഇത്ര പേരാണ് കോടികളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഭാവം പറയുന്നത് എന്തിനാ അതിൻ്റെ കാര്യം, നീ ഭക്തിപൂർവ്വം ഒരു തുളസിയില നിനക്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പഴക്കഷ്ണം വെച്ച പത്രം പുഷ്പം ഫലം തോയം. പക്ഷെ അത് ഭക്തിപൂർവ്വം നീ വെക്കണം. നിൻ്റെ മനസ്സെങ്ങനെയാണ് അതാണ് ഞാൻ നോക്കുക. ഭഗവാനെ അങ്ങനെ വേണം, ഭഗവാൻ അതാണ് നോക്കുക. അപ്പോൾ ഈ ശബരി കൊടുത്ത് കടിച്ച പഴമായാലും അതിന് മധുരമുണ്ടോ നോക്കിയിട്ട് കൊടുത്തതും ഭഗവാൻ നന്ദിയോടെ സന്തോഷത്തോടെ അത് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സീതാദേവിയെ അന്വേഷിച്ച് വരുന്ന വഴിയാണ് ഞാനും ലക്ഷ്മണദേവനും കൂടി. ഇത് പറയുമ്പോൾ ഇവർ പറഞ്ഞു, ഋഷിമുഖാചലത്തിലാണ് സുഗ്രീവസ്വാമിയോട് മന്ത്രിയുണ്ട്, സുഗ്രീവൻ്റെ കൂടെ ഹനുമാൻ സ്വാമി, അങ്ങനെ കുറച്ച് പേരുടെ മന്ത്രിക്കാരൊക്കെ ഉണ്ട്, അവരെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും എന്നൊക്കെ ഇദ്ദേഹം ശബരി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ്. അപ്പോൾ അന്ന് ശ്രീരാമസ്വാമി പാദസ്പർശം കൊണ്ട് ചവിട്ടിക്കയറിയ ആ 18 പടി തന്നെയാണ് ഇന്നും നമ്മൾ ഓരോരുത്തരും ചവിട്ട്. നമ്മൾ എന്ത് ഭാഗ്യം ചെയ്തവരാന്ന് ആലോചിച്ച് നോക്കും. നമ്മൾക്ക് ആ ഓരോ പാദത്തിലും ആ ഓരോ പടവും തൊഴുത് കയറാനുള്ള മഹാഭാഗ്യം ഭഗവാൻ അനുവദിച്ച് കിട്ടുന്നതാണ് നമ്മളവിടെ നിന്ന്. കാരണം ശ്രീരാമ പാദസ്പർശം കൊണ്ട് വളരെ പരിപൂർണമാക്കിയ ആ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്നും ചവിട്ടുന്നത്. അതേ സ്റ്റെപ്പ് തന്നെയാണ്, ആ ക്ഷേത്രം തന്നെയാണ്, ആ പർണശാലയിൽ തന്നെയാണ് ഇന്ന് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ശ്രീരാമസ്വാമിയുടേതായി ശബരി പിന്നെ പറഞ്ഞു, സ്വാമി എനിക്ക് ബ്രഹ്മജ്ഞാനം നേടണം, എനിക്ക് ഇനി ഈ ഒരു ജീവിതം ഇനി കൊണ്ടുപോകണമെന്നില്ല, ഭഗവാന്റെ വിലയിക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, നിനക്കത് സാധിക്കും, ഈ ധ്യാനവും ജോബായിട്ട് ഇരുന്നോളൂ, നിനക്ക് ഇനി മുക്തി തന്നെയാണ്, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനത് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീരാമസ്വാമി പോകുന്നത്. ആ സമയത്താണ് മഹിഷാസുര മർദ്ദിനിയായിട്ട് നമുക്ക് ദേവിയെ കണ്ടു അല്ലേ. നമുക്കറിയാം മഹിഷാസുര മർദ്ദിനിയാണ്. ആ മഹിഷാസുരൻ്റെ അവരുടെ സിസ്റ്ററായിട്ടാണ് മഹിഷി. നല്ല പോത്തിൻ്റെ രൂപമൊക്കെ എടുത്ത് മഹിഷി ഇങ്ങനെ വന്നിട്ട് ബ്രഹ്മാവിനോട് വരം ചോദിച്ചിട്ട്, എന്നെ ഒരുത്തനും കൊല്ലാൻ പാടില്ല, എന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അവർക്ക് പിറക്കുന്ന മകൻ. ഒരിക്കലും നടക്കത്തില്ല എന്നറിയാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ കുമാരസംഭവത്തിൽ ഭഗവാന്റെ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ കാര്യത്തിൽ താരകാസുരൻ വന്ന് ചോദിച്ചു, സതിയെ നഷ്ടപ്പെട്ട് ഭഗവാൻ ഭയങ്കര കഠിന ഇതായിരിക്കുകയാണ്, വളരെ ഒന്നും ആരെയും സർവ്വസംഗപരിത്യായിട്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, പാർവതിക്കും ശിവനും ഉണ്ടാകുന്ന ഒരു മകൻ, അല്ലെങ്കിൽ ശിവൻ്റെ പുത്രന് മാത്രമേ എന്നെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വരമാണ് താരകാസുരൻ വാങ്ങിച്ചത്. ഒരിക്കലും നടക്കത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടില്ല. പക്ഷേ അത് കാര്യങ്ങളൊക്കെ മാറി സുബ്രഹ്മണ്യസ്വാമി ജനിച്ച് താരകാസുരനെ വധിച്ചു നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അതേപോലെ ശിവനും മഹാവിഷ്ണുവിൻ്റെയും കൂടെയുള്ള ഒരു അംശം, അവരുടെ ഒരു അവതാരത്തിൻ്റെ, അവരുടെ ശക്തി കൊണ്ട്, രണ്ടുപേരുടെ ശക്തി ചേർന്നത് ആ ഒരു ആളെ കൊണ്ട് മാത്രമേ എനിക്ക് വധം സംഭവിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണല്ലോ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ പോയി. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു നമ്മൾ അറിയാം. പാൽക്കടൽ കടഞ്ഞെടുത്ത് കൂർമാവതാരം സംഭവിച്ചു. ആ സമയത്താണ് അമൃത് പൊങ്ങി വന്നു. അമൃത് കിട്ടാൻ വേണ്ടിയാണ് ദേവന്മാർ, ജരാനരകൾ മാറാൻ വേണ്ടിയാണ് അസുരന്മാരെയും കൂടെ കൂട്ടിപ്പിടിച്ചത്
കടകോലിട്ട്, അത് കടകോല് വന്ന് മന്ധരപർവ്വതമാണ്, വാസുകിയാണ് കയറായിട്ട് വന്നത്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ അമൃത് അസുരന്മാർ തട്ടിയെടുത്തോണ്ട് പോയി. അസുരന്മാരെന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ മൂർത്തീകരണമാണ്. ഒരിക്കലും ഭഗവാൻ അധർമ്മികളുടെ കൂടെ നിൽക്കത്തില്ല. ഭഗവാൻ ധർമ്മം പരിപാലിച്ചേ പറ്റുള്ളൂ. ദേവന്മാർ ധാർമ്മികരാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു നല്ല സുന്ദരിയായ മഹാവിഷ്ണുവാണ് ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നത്. മഹാവിഷ്ണു ഒരു മോഹിനി രൂപം ധരിച്ച് ആരെയും മോഹിപ്പിക്കുന്ന രൂപം, അതാണ് മോഹിനി രൂപം. അങ്ങനെ വന്ന് അസുരന്മാരുടെ ഇടയ്ക്ക് നിങ്ങളൊക്കെ കണ്ണടച്ചിരുന്നോളൂ, ഈ അമൃത് ഞാൻ വിളമ്പിത്തരാം. ഭഗവാന്റെ യോഗ മായ കൊണ്ട് അവരെല്ലാം അതിലങ്ങ് മയങ്ങി. അങ്ങനെ ഭഗവാൻ ഇത് എടുത്തിട്ട് കൊണ്ടുവന്നു. കാരണം അധാർമികതയിലുള്ളവർക്ക് ഒരു കാരണവശാലും അവർക്ക് അർഹതപ്പെട്ടതല്ല ഒരു നന്മയും എന്നുള്ളത് ഭഗവാൻ അറിയാം. ധാർമ്മികതയ്ക്ക് മാത്രമാണ് ഭഗവാനും മുഖ്യമായി ഊന്നൽ കൊടുക്കുന്നത്. അങ്ങനെ വന്ന് ദേവന്മാർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒരു കഥകളാണെങ്കിലും നമ്മൾക്കിതിനകത്തൊക്കെ ഒരുപാട് സ്പിരിച്വൽ നോളജ് ഉള്ളതാണ്, സ്പിരിച്വൽ സയൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മഹാദേവൻ പറഞ്ഞു, എനിക്ക് ആ മോഹിനി രൂപം ഒന്നും കൂടി ഒന്ന് കാണണം. ഇതൊക്കെ ഒരു കണക്കൂട്ടിലാണ്, ഇവരുടെയൊക്കെ സങ്കല്പങ്ങളാണ് ഭഗവാന്. അങ്ങനെ മോഹിനി രൂപം മഹാവിഷ്ണു വന്നു. മഹാദേവൻ ഭർത്താവായി അവർക്ക് പിറക്കുന്ന കുട്ടിയാണ് അയ്യപ്പസ്വാമി. അപ്പോൾ നമ്മളത് ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശക്തി ഒരുമിച്ച് വന്ന ഭഗവാനാണ്, താരക ബ്രഹ്മമാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചു കഴിഞ്ഞപ്പോൾ വില്ലാളി വീരനായി എല്ലാ ആയുധ പ്രാവീണ്യമെല്ലാം നേടി അങ്ങനെ വന്ന് മഹിഷിയെ വധിച്ചു. മഹിഷിയെ വധിച്ചു കഴിഞ്ഞ് ഭഗവാൻ ആ ഒരു കർമ്മത്തിന് വേണ്ടി മാത്രമാണ് ജനിച്ചത് എന്നുള്ളതിൽ, കാരണം അതിനിടയ്ക്ക് വേറെ കഥകളുണ്ട്. പന്തളം രാജാവിൻ്റെ റാണിക്കും കൂടെ ആദ്യം കളഞ്ഞു കിട്ടിയ കുട്ടിയാണ് മണികണ്ഠൻ എന്ന് പറയുന്നു. പിന്നെ ഒരു കുട്ടി ഉണ്ടായപ്പോൾ മന്ത്രിമാരുടെ ഏഷണി കേട്ട് ഒരു വയറുവേദന റാണി അഭിനയിച്ച് ഈ കുട്ടി, ആദ്യത്തെ കുട്ടി മണികണ്ഠനെ ഒഴിവാക്കാൻ വേണ്ടി പുലിയുടെ പാല് കൊണ്ടുവന്നാലേ മഹാറാണിയുടെ വയറുവേദന മാറുള്ളൂ എന്ന് കൊട്ടാരം വൈദ്യൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ. പക്ഷേ ഭഗവാൻ ഇതുപോലും പ്രശ്നമുണ്ടോ? ഭഗവാൻ പോയി ദേവന്മാർ തന്നെ പുലിയായിട്ട് വന്നു. പുലിയുടെ മേലെ കയറി മണികണ്ഠ കയറി വന്നപ്പോൾ ആ അമ്മ സമസ്താപരാധം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റാണ് ചെയ്തത്, എനിക്ക് മനസ്സിലായി. പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ ഇനി പോവുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ എൻ്റെ സ്വധാമത്തിലേക്ക് എനിക്ക് പോകാൻ സമയമായി, എൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി എന്ന് പറഞ്ഞ് തിരിച്ച് ഈ പർണശാലയിൽ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ഭഗവാൻ വന്നിരുന്ന് വിലയം പ്രാപിച്ച് സ്വധാമത്തിലേക്ക് പോയത്. അവിടെയാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ, നമ്മൾ ഇന്നും പോയി തൊഴുന്ന ശബരിമല അതേ സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ 18 പടികൾ അത്രയും വിശേഷപ്പെട്ടതാണ്. ഭഗവാനും ആ 18 പടികളും അയ്യപ്പസ്വാമിയും കയറിയാണ് ആ പർണശാലയ്ക്കകത്തിരുന്ന് ആ ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 18 പടികൾ എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അഷ്ടരാഗങ്ങൾ അല്ലേ? അപ്പോൾ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, കൈ, കാല്, വായ, മലദ്വാരം, ജെനിറ്റൽസ്, ഇങ്ങനെയുള്ള ഓരോ കർമ്മേന്ദ്രിയങ്ങളും. പിന്നെ അഷ്ടരാഗങ്ങൾ, കാമ, ക്രോധ, ലോഭ, മോഹം, മതം, മാത്സര്യങ്ങൾ, അതിനെ കൊണ്ടുള്ള അസൂയ, കുശും, ഇങ്ങനെയുള്ള എല്ലാ അഷ്ടരാഗങ്ങളും. ഇതൊക്കെയും മാറ്റിവെച്ചാൽ മാത്രമേ, ഇതൊന്നും ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ, ഈ 18 അടി കയറി ചെന്നാൽ മാത്രമേ ഇതെല്ലാം ഉപേക്ഷിച്ച് അല്ലേ, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അഷ്ടരാഗങ്ങളും നമ്മൾ ഒഴിവാക്കി അതിനെ മറികടന്ന് എത്തിയാൽ മാത്രമേ പരബ്രഹ്മ ജ്യോതിസിനെ നമുക്ക് പോയി ദർശനം കിട്ടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹരിഹരസുതൻ, ഹരിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഹരൻ്റെയും മഹാദേവൻ്റെയും ഹരിഹരസുതൻ മകനാണ്, ആനന്ദചിത്തനാണ്, സച്ചിത്താനന്ദമാണ്, പരബ്രഹ്മസ്വരൂപമാണ്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എന്നെല്ലാവരും ശരണം വിളിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഈ മണ്ഡലക്കാല സമയത്ത് എല്ലാവർക്കും സ്വാമിയുടെ ഭഗവാന്റെ ആ 18 പടവുകളും കടന്ന് ഭഗവാനിലേക്ക് എത്താൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ, ഈ യൂട്യൂബ് നിങ്ങൾ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് എല്ലാവരിലും എത്തിക്കുകയാണെങ്കിൽ ഈ കഥകളെല്ലാം എല്ലാവർക്കും കേൾക്കാനും
മനസ്സിലാക്കാനും എല്ലാവർക്കും ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവാനും ഭഗവത് അനുഗ്രഹം നേടാനും സാധിക്കും എന്ന് ഞാൻ എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.